പ്രൈസ് ദ ലോർഡ്. എൻ്റെ പേര് നിജ. ഞാൻ അയർലൻഡിൽ നഴ്സായി വർക്ക് ചെയ്യുന്നു. എനിക്ക് ഹസ്ബൻഡ് 2 കുട്ടികളുണ്ട്. ഇപ്പോൾ ഇവിടെ ഞാൻ വന്നിട്ട് 6 മന്ത്സ് ആയതേ ഉള്ളൂ. അവർ നാട്ടിൽ തന്നെയാണ്. വരാനുള്ള പ്രോസസ്സിങ് നടക്കുന്നു. ഒരു 1.5 വർഷങ്ങൾക്ക് മുമ്പാണ് ഞങ്ങൾ എൻ്റെ പപ്പായും അമ്മയും ഗ്രേസ് ടുഡേ എന്ന TV പ്രോഗ്രാമിലൂടെ ഗിരീഷ് ബ്രദറിനെ കോണ്ടാക്ട് ചെയ്തതും പരിചയപ്പെടാനിടയായതും. അതിനുശേഷം ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ പ്രാർത്ഥനകൾ വയ്ക്കുകയും ഞങ്ങളുടെ ഓരോരോ ആവശ്യങ്ങൾക്കായിട്ട് ബ്രദറിനെ വിളിക്കുകയൊക്കെ ചെയ്തു. അതിൻ്റെ ഫലമായിട്ട് അനേകം ദൈവാനുഗ്രഹം ഞങ്ങൾക്കുണ്ടായി. പ്രത്യേകിച്ച് എൻ്റെ അയർലൻഡ് വിസ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ മുതൽ ഒത്തിരി തടസ്സങ്ങൾ എനിക്ക് നേരിടേണ്ടി വന്നു. വിസ കിട്ടുന്ന സമയം കിട്ടാൻ തുടങ്ങി 2 ദിവസത്തിന് മുമ്പ് ഞാൻ വീണു. എൻ്റെ കാല് ഫ്രാക്ചറായി. അപ്പം എനിക്ക് വീണ്ടും പോരാൻ പറ്റാണ്ടായി. പിന്നെ വിസയുടെ കാലാവധി 3 മന്ത്സേ ഉള്ളൂ, അതിനുള്ളിൽ കയറിപ്പോരണം. അപ്പോൾ ഒത്തിരി ഞാൻ സങ്കടപ്പെട്ടു. അപ്പം ബ്രദറിനെ വിളിച്ചു. ബ്രദർ പ്രാർത്ഥിച്ചു. എൻ്റെ സർജറിയൊക്കെ ചെയ്തു. ഒരു കുഴപ്പമില്ലാതെ സമ്പൂർണ്ണ സൗഖ്യം ദൈവം തന്നു. 3 മാസത്തെ വിസ തീരുന്നതിന് മുമ്പായിട്ട് എനിക്ക് കയറിപ്പോരാൻ പറ്റി. ഇവിടെ വന്നു കഴിഞ്ഞും ക്ലൈമറ്റൊക്കെ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ RCSI എക്സാം ഉണ്ടായിരുന്നു. അതൊക്കെ ഒറ്റ എഴുത്തിൽ തന്നെ പാസ്സായി. പിന്നെ എൻ്റെ ബ്രദർ ഇറ്റലിയിലാണ് വർക്ക് ചെയ്യുന്നത്. അവന് അവിടെ ലൈസൻസ് കിട്ടാൻ ഒത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പോഴും ബ്രദർ പ്രത്യേകം പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ അവന് ലൈസൻസ് കിട്ടി. പിന്നെ ഞങ്ങളുടെ വീട്ടിലെല്ലാവർക്കും കോവിഡ് പോസിറ്റീവായി. എൻ്റെ പപ്പായ്ക്കും പോസിറ്റീവായി. പപ്പായ്ക്ക് സ്ട്രോക്കും ബ്ലഡ് പ്രഷർ, ഷുഗർ എല്ലാം ഉള്ള ആളാണ്. അതുകൊണ്ട് ഇത്തിരി കോംപ്ലിക്കേഷനായിരുന്നു. പക്ഷേ ബ്രദർ പ്രാർത്ഥിച്ച് അതിന് ഫലമായിട്ട് സമ്പൂർണ്ണ ആരോഗ്യത്തോടെ പപ്പ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി. അങ്ങനെ കഴിഞ്ഞ ഒരു 1.5 വർഷക്കാലം ഞങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി ദൈവാനുഗ്രഹങ്ങൾ ഗിരീഷ് ബ്രദറിൻ്റെ പ്രാർത്ഥനയിലൂടെ ഞങ്ങൾക്ക് ലഭിച്ചു. പ്രാർത്ഥിച്ച ബ്രദറിനും ദൈവത്തിനും ഒത്തിരി നന്ദി പറയുന്നു. ആമേൻ.